മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ. സുരബില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ. ഓക്കെ അടിപൊളി. അപ്പോൾ നമ്മുടെ ശ്രീകണ്ഠാപുരം സ്കൂളിലെ NSS കുട്ടികളെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ മുതിർന്ന അധ്യാപകൻ നമ്മോട് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ശ്രീകണ്ഠാപുരം സ്കൂളിൻ്റെ NSSൻ്റെ സാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. NSSൻ്റെ ചാർജുള്ള സാറാണ്. സാറിൻ്റെ പേര് കുമാരൻ സാർ. എവിടെയാണ് വീട് താമസം? വീട് പയ്യാവൂരാണ്. എങ്ങനെ നമ്മുടെ ശ്രീകണ്ഠാപുരം സ്കൂളിലെ NSSൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകും? NSS വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ തന്നെ മികച്ച യൂണിറ്റിനുള്ള അവാർഡൊക്കെ വാങ്ങിയ യൂണിറ്റാണ് നമ്മുടെ NSS യൂണിറ്റ്. വനമിത്ര പുരസ്കാരം, അതുപോലെ തന്നെ ഹരിത വിദ്യാലയ അവാർഡ് തുടങ്ങിയ അവാർഡുകളൊക്കെ മുന്നേ നേടിയിട്ടുണ്ട്. മികച്ച രീതിയിൽ തന്നെ NSSൻ്റെ പ്രവർത്തനങ്ങൾ വേറിട്ട പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. സാറൊരു കലാകാരനാണ്. ഒരു സ്വന്തമായി നാടകങ്ങളൊക്കെ ചെയ്ത് വിദ്യാർത്ഥികളെ മത്സരങ്ങളൊക്കെ പങ്കെടുപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ കലാപ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ സാർ? കലാപ്രവർത്തനമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പോകും. കലോത്സവം ആണ് മെയിനായിട്ട്. അതിനായിട്ട് മെനക്കെടില്ല. കലോത്സവമൊക്കെ വരുമ്പോൾ ആ ഒരു ഉള്ളിലുള്ള കല ഒന്ന് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് സാമൂഹിക വിഷയങ്ങളെ എടുത്ത് ഒരു അവതരിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇഷ്ടം നാടകം ആണ് ചെയ്യാറ്. അത്യാവശ്യം. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി 2 വരി പാട്ട്. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ഓക്കെ, അടിപൊളി. അപ്പോൾ മാഷിൻ്റെ സപ്പോർട്ടോട് കൂടി ഒരുപാട് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ. ടീച്ചർ NSS ലീഡർ ആരാ? 2 പേര് വാ. NSSൻ്റെ ലീഡർ. അപ്പോൾ സാറിനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ സാറ് നല്ല കലാകാരനാണ്. വിദ്യാർത്ഥികൾ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുന്ന ആ സ്കൂളിൻ്റെ ഒരു മണിമുത്ത് തന്നെയാണ് നമ്മുടെ ഈ NSSൻ്റെ സാർ എന്ന് പറയുന്നത്. എന്താ മോൻ്റെ പേര്? എൻ്റെ പേര് യദുകൃഷ്ണ. എന്താ? എൻ്റെ പേര് നേഹ. എങ്ങനെ NSSൻ്റെ പ്രവർത്തനമൊക്കെ? NSSൻ്റെ പ്രവർത്തനം NSSൽ വന്നേ പിന്നെ ഇതിൻ്റെ സുഖം മനസ്സിലായത്. ഇത്തരത്തിൽ നല്ലൊരു പ്രോഗ്രാം ഓഫീസർ നമുക്ക് കിട്ടുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മേഖലയിലേക്കും എത്തിപ്പെടാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. കൃഷിയായാലും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളായാലും പഠനമായാലും എല്ലാം മികച്ച രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഉഷാറാണ് നമ്മൾ. ഉഷാറാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്യാമ്പ് എവിടെയാണ്? പടിയൂരാണ്. ഇപ്രാവശ്യം പടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തകർക്കും. അടിച്ചുപൊളി. എന്താ മോളുടെ അഭിപ്രായം കേട്ടോ? NSSൽ വന്ന പിന്നെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സാർ തന്നെയാണ് ഇപ്പോൾ നല്ല സപ്പോർട്ടാണ്. സാറ് കാരണം ഇപ്പോൾ NSSൽ വന്ന പിന്നെ നമുക്ക് തന്നെ ഇപ്പം ഇതിൽ സംസാരിക്കണമെങ്കിൽ തന്നെ ഒരു കോൺഫിഡൻസ് വേണ്ടേ, അതൊക്കെ നമുക്ക് കിട്ടിയത് NSSൽ വന്ന. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ. പാട്ട് പാടുമോ?
ഇല്ല. ഇല്ല. എന്നാ പിന്നെ നമുക്ക് നല്ലൊരു ആശംസകൾ ഇവർക്കും കൂടി നേരാം. ഇവരിപ്പം എത്തിയിരിക്കുകയാണ് സാറേ. അപ്പോൾ എല്ലാ ആശംസകളും ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെയോ നേരുകയാണ്.